എന്ന് പറയുന്നത് ഒരിക്കലും ശിക്ഷയാകാൻ പാടില്ല എന്ന ഒരു ഉൾക്കാഴ്ചയോട് കൂടി നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുകയും കുട്ടികളെ സ്നേഹത്തോടു കൂടി പെരുമാറുകയും ചെയ്ത. കാരണം ഏതൊരു കുട്ടിയും 1 വയസ്സ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 വയസ്സുള്ള കുട്ടികൾ തൊട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികൾ അവരുടെ ദിവസത്തിന്റെ ഏറ്റവും ഭൂരിഭാഗം ചിലവഴിക്കുന്നത് സ്കൂളുകളിലാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. വളരെ കുറച്ച് സമയം മാത്രമാണ് വീടുകളിൽ ചിലവഴിക്കുന്നത്. അതിൽ കുറെ ഭാഗം അവർ ഉറങ്ങുന്നു. അപ്പൊ അച്ഛനമ്മമാരുമായും സഹോദരന്മാരുമായും ഇടപഴകുന്നതിനേക്കാൾ കൂടുതൽ അവർ ഇടപഴകുന്നത് സ്കൂളിലുള്ള കുട്ടികളുമായിട്ട്, സുഹൃത്തുക്കളായും ടീച്ചർമാരുമായിട്ടും ഒക്കെയാണ്. അപ്പൊ ആ ഒരു അന്തരീക്ഷം വളരെ നല്ല രീതിയിലായാൽ, ആക്കിയെടുക്കാൻ നമുക്ക് പറ്റിയാൽ തീർച്ചയായിട്ടും ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ സാധിക്കും. ആ തലമുറ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും ആദരവും ഒക്കെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇപ്പോഴും എന്നെ ലേഖ ടീച്ചർ എന്ന് വിളിക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട്, അന്നെ അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. ശ്രീലേഖ എന്നുള്ള പേര് വളരെ അപൂർവമായിട്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പൊ ലേഖ ടീച്ചർ എന്നാണ് എന്നെ എല്ലാവരും വിളിച്ചിരുന്നത്. അപ്പൊ എനിക്കിപ്പോഴും ആ കുട്ടികളെ കാണുമ്പോൾ, കുട്ടികളെ വളരെ വലിയ ആൾക്കാരായി, പക്ഷെ എന്നെ അങ്ങനെ വിളിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹം തോന്നാറുണ്ട്. അതുപോലെ എന്നെ ഈ സിവിൽ സർവീസിന്റെ പാതയിലേക്ക് കൊണ്ടുവന്നത് വലിയ ഒരു ഗുരു തന്നെയാണ്, വേറെ ആരുമല്ല. ഒരു ഗുരുവിന്റെ അഭിപ്രായം അനുസരിച്ചാണ് ഞാൻ ഇതിലേക്ക് ഒരു പാത തിരഞ്ഞെടുക്കാൻ സാധിച്ചത്. ഗുരുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. നേരത്തെ പറഞ്ഞത് ദൈവത്തെക്കാളും മോഡലാണ്. പ്രകൃതി 46ാം ജില്ലാ സമ്മേളനം നടക്കുന്ന ഈ ഒരു അവസരത്തിൽ ഇനിയും ഒരുപാട് സമ്മേളനങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഈ ഹോൾ നിറഞ്ഞു കവിഞ്ഞുള്ള ആൾക്കാരുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും നല്ല ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ പ്രവൃത്തി കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ കേരളത്തിൽ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.